സുഹൃത്തുക്കളെ, ഈ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ വർഷത്തോടനുബന്ധിച്ച് ഇത്തവണ ഞാൻ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിയപുത്രി, നാടിന്റെ അഗ്നിപുത്രി, ദ ഓൺലി മിസൈൽ ലേഡി ഓഫ് ഇന്ത്യ, ടെസ്സി തോമസ്. മറ്റൊന്ന് ടെക്കോസ, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദത്തുപുത്രി. അറബിക്കടലിൽ മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യയിലെ ഫിഷിംഗ് ബോട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ഏക വനിത. ഈ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, എന്താണ് നിനക്ക് ഇതിൽ വന്നു ചേരാനുള്ള ഒരു അവസരം എങ്ങനെയുണ്ടായത്? അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണിക്ക് ആളെ കിട്ടാതായപ്പോഴാണ് ഞാൻ പണിക്ക് പോയി തുടങ്ങിയത്. കാരണം വെച്ചാൽ 2 ദിവസം പണിക്ക് രണ്ടുപേര് വേണം. ആൾക്ക് മാത്രം ഒറ്റയ്ക്ക് പോയിട്ട് കാർത്തികനും കൂടെ രണ്ടുപേരും. സഹായിക്കും. 3 അതില് വഞ്ചിയിലുള്ളവരൊക്കെ സഹായിക്കാൻ വേണം വരവരിക്കുമ്പോഴൊക്കെ. അപ്പൊ ഇതില് 2 പേര് നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഈ പൈസ തീർന്നിട്ട് പിന്നെ വരുള്ളൂ പണിക്ക്. അപ്പൊ ഈ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ വഞ്ചി കെട്ടിടേണ്ട അവസ്ഥ വരാണ്. അപ്പൊ നമ്മളുടെ ജീവിത മാർഗം നമ്മൾ പലിശക്ക് എടുത്തിട്ടൊക്കെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നെങ്കിൽ നമ്മൾ തന്നെ വഹിക്കണം. പണിക്കാർക്ക് ഒന്നും അറിയണ്ടല്ലോ, അവർക്ക് ശമ്പളം മാത്രമല്ലോ. അപ്പൊ ഈ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ട് വലിച്ച് വല പോകും. പിന്നെ അതുപോലെ തന്നെ കടൽപ്പന്നി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഏടി, അത് കുറെ വല നശിപ്പിക്കും. പിന്നെ അങ്ങനെ കുറെ നമ്മളുടെ കേടുപാടുകൾ വന്ന് നമുക്ക് വലകൾ പോകും. അപ്പൊ അതിനൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പണിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ കടബാധ്യത കൂടുള്ളൂ. അപ്പൊ ഞാനൊരു ദിവസം പറഞ്ഞു ഞാനും കൂടി വരാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നീന്തലൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല. അല്ലെങ്കിലും വെള്ളത്തിൽ കുളത്തിൽ നീന്തലും കൊണ്ട് കടലിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ നീന്തൽ അറിയാതെ ഫസ്റ്റ് പോയാൽ തന്നെ ഒരു 6-7 കിലോമീറ്റർ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരു ഛർദി വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. വയറ്റിന്നൊക്കെ ഒരു വെള്ളം വരലും പിടിക്കില്ല. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു പുറത്തേക്ക് ഛർദിച്ചോ, എന്നിട്ട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. പക്ഷെ തല അങ്ങോട്ട് പുറത്തേക്ക് ഇടാൻ പറ്റില്ല. ഈ മുഴക്കുമുക്കൂടെ അല്ലേ വഞ്ചി പോണത്. അപ്പൊ നമ്മള് തല പുറത്തേക്ക് ഇടുമ്പോ ഇത് പൊന്താണ്. അപ്പൊ താഴും പൊന്തും താഴും ഇങ്ങനെ മുഴക്കുമുക്കടെയാണ് ഈ പോണത് വരുന്നത്. അപ്പൊ എനിക്ക് ഛർദിക്കാനും പറ്റില്ല, ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എന്നിട്ട് അന്ന് ഭയങ്കര ടയേർഡായി പോയി. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഫസ്റ്റ് ദിവസം ഇനി ഞാൻ ഈ വഞ്ചിയിൽ കയറില്ല എന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എളുപ്പമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്കുള്ള ഒരു പണിയാണ് സത്യം പറഞ്ഞത്. സ്ത്രീകൾക്ക് എന്തായാലും പറ്റില്ല എന്നൊരു ഇതായിരുന്നു എന്റെ മനസ്സിൽ. വീട്ടിൽ വന്ന് പിന്നെയും 4 മക്കളാണ്, 4 പെൺകുട്ടികളാണ്. അപ്പോ നമ്മള് വീട്ടിലിരുന്നുണ്ടെങ്കിൽ ഈ വഞ്ചി പണിക്കും പോവില്ല. പിന്നെ അന്ന് പറഞ്ഞ പണികളൊന്നും അങ്ങനെ ഇല്ല, മറ്റു ജോലികളൊന്നും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല പോവെന്ന് വെച്ചിട്ട് വീണ്ടും പോയി. അങ്ങനെ പിന്നെ 1 മാസത്തോളം ഛർദി തന്നെയായിരുന്നു. ബ്ലഡ് വരെ ഛർദിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിട്ടായിരുന്നു ശരീരവേദന. ഈ തുടങ്ങുമ്പോ തന്നെ ആ വഞ്ചിയും വലയൊക്കെ സ്വന്തമായിരുന്നു അല്ലേ? സ്വന്തമായിരുന്നു. നമ്മള് പൈസ കൊടുത്തു വാങ്ങി. അല്ല, അപ്പൊ കാർത്തികന്റെ കല്യാണം കഴിയുമ്പോ വലിയ ഇതുണ്ടോ? അത് ഇല്ല, അതിന് കഴിഞ്ഞതിന് ശേഷം കാർത്തികൻ വേറെ ജോലിക്കും ഇതിനൊക്കെ പോയിരുന്നു. ഇവര് അച്ഛന്മാരായിട്ട് തന്നെ ഉണ്ടായിരുന്നു, ഈ ജോലി തന്നെയായിരുന്നു. സ്വന്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ലവരെ വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ആദ്യം പോയത്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ലൈസൻസിന്റെ പ്രശ്നം വന്നത് എപ്പോഴാ? ലൈസൻസിന് വേണ്ടിട്ട് ഞാൻ അപേക്ഷ കൊടുക്കാൻ പോയപ്പോ ഒരു ലേഡി ആയിരുന്നു നമ്മുടെ നാട്ടിക ഫിഷറീസ് ഓഫീസിൽ. അപ്പൊ പറഞ്ഞു സ്ത്രീകള് ഒന്നും പോകാറില്ല, അതുകൊണ്ട് എനിക്ക് തരാനൊരു ഭയം. അതുകൊണ്ട് ഞാൻ രേഖയ്ക്ക്
അനുബന്ധ മത്സ്യത്തൊഴിലാളി ബുക്ക് തരാം. അതായത് കരയില് മീൻ ഉണക്കല്, മീൻ വിൽക്കല്, അങ്ങനെയുള്ള ജോലി. അതിന് ലൈസൻസ് വേണം. അതിനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും പുരുഷന്മാരെ പോലെ തന്നെ കടലില് പോയി പണിയെടുക്കുന്ന ഒരു സ്ത്രീ. അപ്പൊ എനിക്ക് ഇത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് കടലിൽ വെച്ച് എന്തെങ്കിലും അപകടം എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കും കാര്യങ്ങളും വേണം. അപ്പൊ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പോകുന്നു. അങ്ങനെയാണ് നമ്മളെ CMFRന്ന് നമ്മളെ കടലിൽ വെച്ച് കാണുന്നത്. അവര് നമ്മളെ കാണുമ്പോ ഞാന് വല പിടിക്കുന്ന ഭാഗമാണ് അവര് കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഇവര് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആദരിക്കാൻ പോവാണ്, ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവര് വന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എഞ്ചിൻ ഓടിക്കുന്നതും കടലിൽ പോണതൊക്കെ എടുത്തുകൊണ്ടുപോയി. അങ്ങനെ നമ്മളെ മെയ് 5 തൃശ്ശൂരത്തിന്റെ അന്നായിരുന്നു 2017 അന്ന് തൃശ്ശൂരം കൂടിയായിരുന്നു. അന്ന് എന്റെ പിറന്നാളായിരുന്നു, ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു. അവാർഡ് കിട്ടിയതും അന്നായിരുന്നു. അങ്ങനെ 3 നമുക്ക് ഓർക്കാൻ പറ്റിയൊരു ദിവസമായി അത്. ലൈസൻസ് തന്നോ? അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എനിക്ക് ലൈസൻസ് ഉണ്ട്, രേഖയ്ക്ക് ലൈസൻസ് ഇല്ല. അപ്പൊ തന്നെ ഡയറക്ടർ മേഴ്സിക്കുട്ടിയമ്മ വരുന്ന അന്നത്തെ മന്ത്രി, ഫിഷറീസ് മന്ത്രി, ആളെ വിളിച്ചപ്പോ ഉടനടി നാട്ടികയിന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവരന്വേഷിച്ചു വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് കൊണ്ടുപോയി പെട്ടെന്ന് ലൈസൻസ് കിട്ടി. പിന്നെ നമ്മ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല, വീട്ടിൽ കിട്ടി. പോയി വാങ്ങേണ്ടത് മാത്രം. അതിനു മുമ്പ് ഇപ്പൊ കാർത്തികനോട് പോകുമ്പോഴും രേഖ സ്വന്തം ഓടിപ്പിക്കലുണ്ട്. ലൈസൻസ് ഇല്ലെങ്കിലും കുറച്ച് അറിയാം. അത് നമുക്ക് നമ്മുടെ കയ്യമ്മയ്ക്കൊരു ഇത് വരണം, നമുക്ക് ഓടിച്ചൊടിച്ചൊരു പ്രാക്ടീസ് വരണം. അങ്ങനെ ആദ്യം എനിക്ക് ഇരിക്കാൻ പോലും അറിയില്ല സത്യം. കാരണം പിന്നെയും ഒക്കെ കൂടിയിട്ട് നമുക്ക് നിക്കാനോ ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും നമ്മളുടെ പ്രയത്നം കൊണ്ട് നമ്മള് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് എന്താ കാർത്തികന് അസുഖം വന്നപ്പോഴാണോ രേഖ ഒറ്റയ്ക്ക് സ്വന്തം? അത് ആൾക്ക് കടലിൽ വെച്ചിട്ടായിരുന്നു പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നത്. അപ്പൊ ആള് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, നെഞ്ചിന് ഭയങ്കര വേദന. അപ്പൊ ആൾക്ക് അറിയില്ല ഇത് അറ്റാക്കാണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ എഞ്ചിൻ ഓടിച്ചു. അപ്പൊ എനിക്ക് എഞ്ചിൻ ഓടിച്ച് ആള് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇങ്ങനെ ഓടിക്കുന്നത് എങ്ങനെ ഓടിക്കുന്നത് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓടിക്കാം, പക്ഷെ എനിക്ക് വഴി അറിയില്ല എന്ന് പറഞ്ഞു. ഇത് നമുക്ക് ദിശ അറിയണം. കിഴക്കോട്ട് ഓടിക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങള് നമ്മുടെ ദൃഷ്ടി കൊണ്ട് വല്ല ഉപകരണങ്ങളുണ്ട് അതിന്? ഇല്ലില്ല. ആള് സൂര്യനെ നോക്കിയിട്ടും പിന്നെ നക്ഷത്രങ്ങൾ നോക്കിയിട്ടൊക്കെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ? ഇപ്പോഴും ആളങ്ങനെ തന്നെ. GPS ഒന്നും നമ്മുടെ കയ്യിലില്ല. അതിന് വല്ല വില കൂടിയത്. അപ്പൊ നമ്മള് ഇതൊന്നും ഇല്ലെങ്കിൽ ഡയറക്ഷൻ ആയിട്ട് പോകും, ഇപ്പൊ രേഖയും പോകും. കുറേശ്ശൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ സൂര്യന്റെ ദിശ കാട്ടിയുന്ന ആള് ഇങ്ങനെ ഏറ്റിരുന്ന് ഒരു കൈ നെഞ്ഞത്തും വെച്ച് ഇങ്ങനെ കാട്ടി തരും. അപ്പൊ അങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് അഴിയുടെ അവിടെ എത്തിയിട്ട് നമ്മൾ ആ പുരിമുട്ടിന്റെ അവിടെ എത്തിയപ്പോ പിന്നെ അതൊരു 6-7 കിലോമീറ്ററായി നമുക്ക് കാണാം, ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം നമുക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാവും പിന്നെ ഭാഗാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഓടിച്ച് വേഗം ഹോസ്പിറ്റൽ ഹയാത്ത് ചാവക്കാട് പോയി. അപ്പൊ അവര് എൻജിയോഗ്രാം ചെയ്തപ്പോ പറഞ്ഞു 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതും 95% ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പറഞ്ഞു. അങ്ങനെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ ഈ അസുഖമൊക്കെ കഴിഞ്ഞപ്പോ കുറച്ചു നാളപ്പോ വീട്ടിലിരുന്നു. വീട്ടിലിരുന്നപ്പോ നമുക്ക് ജീവിക്കണ്ടേ, ആൾക്ക് മരുന്നും കാര്യങ്ങളും കുട്ടികളുടെ പഠനവും പിന്നെ അന്ന് മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂത്താളുടെ. പിന്നെന്ന് വെച്ചാൽ അവനും ഈ ഹാർബർ യൂണിയനിലാണ്. അപ്പൊ അവർക്കും പണി കുറവ്, മൊത്തത്തിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഞാൻ ഇത്തള് എടുക്കാൻ വേണ്ടിട്ട് കടലിൽ ഇറങ്ങി. കക്ക പറക്ക. അത് നമ്മള് കടലിൽ പോയിട്ട് കുറച്ചിറങ്ങിയിട്ട് കക്ക വാരണം നമ്മള് കടലിൽ ഇറങ്ങിയിട്ട്. അപ്പൊ തിരയുണ്ടാവും, ചിലപ്പോ വീഴും. പക്ഷെ എനിക്ക് നീന്തൽ അറിയില്ലെങ്കിൽ കൂടി കക്കയൊക്കെ വാരി എടുത്തുകൊള്ളുന്ന എങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഒരു പുലർച്ച തൊട്ട്. പിന്നെ പിള്ളേരൊക്കെ ഒന്ന് സഹായിക്കും. കരയ്ക്ക് കൊന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ കൊന്നെടുക്കും. പിന്നെ ചെറിയ ആളൊക്കെ വന്നിട്ട് എടുക്കും. അവരൊക്കെ ഇറങ്ങി എടുക്കലായി. പിന്നെ അപ്പൊ എല്ലാരും കൂടി സഹകരിച്ച് അങ്ങനെ കുറച്ചു നാളൊക്കെ അങ്ങനെ ജീവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആള് പിന്നെ ആരോഗ്യവാനായപ്പോ വീണ്ടും പോയി തുടങ്ങി. അത് കഴിഞ്ഞ് ഇത് ആക്സിഡന്റ് ഉണ്ടാവണ എപ്പോഴാണ്? അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം അന്ന് എനിക്ക് ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഫസ്റ്റ് ഒരു തവണ മീറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പ്രാവശ്യത്തിൽ പറഞ്ഞതിൽ എനിക്ക് വയ്യാണ്ടായി. കാരണം ഞാൻ തലേ ദിവസം പണിയുണ്ടായിരുന്നു. ചായ കഴിച്ചു കഴിഞ്ഞ് ശരീരമൊക്കെ ഭയങ്കര കുടച്ചിലും പിന്നെ പ്രഷർ കൂടുതലായിരുന്നു.
അപ്പൊ എന്നോട് പറഞ്ഞു നീ വരണ്ട, മീനുണ്ടെങ്കിൽ അഴിക്കാൻ വന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് പനിക്കണുണ്ട്. അപ്പൊ ഞാൻ ഇവരെ സമയമായിട്ടും കാണാണ്ട ഇപ്പൊ പോയി വന്നിരിക്കാണ്. അപ്പൊ എന്റെ മൊബൈലിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എവിടുന്ന് കോസ്റ്റൽ പോലീസിന്ന്, രേഖ എവിടെയാണ് രേഖ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട് സാറേ എന്ന് പറഞ്ഞു. പിന്നെ ഇവര് പറയണില്ല എന്താ വിവരം എന്നുള്ളത്. ഇത് ബോട്ട് മുങ്ങി ഇവരൊക്കെ വെള്ളത്തിൽ വീണ് ഒക്കെ ആയിട്ടാണ്. അപ്പൊ ഇതൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ എന്താ സാറേ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഒരാള് ട്രൗസർ ഇട്ടിട്ട് മാത്രം ഒരു വഞ്ചിയിൽ വരുന്നത്. അപ്പൊ അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ആള് ചേട്ടനായിരുന്നു അത്. കാരണം വഞ്ചി അല്ലാതെ മൊത്തം പോയിട്ട് ഇവര് ഫിഷിംഗ് ബോട്ടിൽ കയറി വന്നിട്ട് എന്നിട്ട് പിന്നെ ചെറുവഞ്ചിയിൽ കയറിയിട്ട് നമ്മുടെ വീടിന്റെ അവിടേക്ക് എത്തി. അപ്പൊ നമ്മളാകെ തകർന്നു പോയി. കാരണം വെച്ചാൽ നമ്മുടെ അതിലാണ് ഈ ബോട്ട് പോയത്, നഷ്ടപ്പെട്ടത്. ശരി. അല്ല അപ്പൊ പിന്നെ ഇത് നിങ്ങൾ വരുമ്പോ ആക്സിഡന്റ് ആയിട്ട് ഇതൊക്കെ വിട്ടു തന്ന് രക്ഷപ്പെടുത്തി അതില് ബോട്ട് പോയില്ല. അതന്ന് വലിയ തെര വന്ന് മറിച്ചിട്ടുന്നു. അതിലല്ല ബോട്ട് പോയത്. ബോട്ട് പിന്നെയാണ് ബോട്ട് നമ്മുടെ. അപ്പൊ അന്ന് ഇതിന് ഇൻഷുറൻസ് ഒന്നും ഉണ്ടായില്ല. ഇൻഷുറൻസ് അടയ്ക്കാൻ വൈകി. അതാണ് അത്. നമുക്ക് ഒരു ദിവസം വൈകിയാലും അവര് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊന്നും തരില്ല. നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഒരു ദിവസം നമ്മളുടെ ലിസി ചേച്ചി, നോവലിസ്റ്റ്, ആളുടെ ഒരു പുസ്തക പ്രകാശനത്തിന് എന്നെ വിളിച്ചു. അപ്പൊ അങ്ങനെ ഞാന് സാഹിത്യ അക്കാദമിയിൽ പോയി. മറ്റേ നമ്മുടെ സിസ്റ്റർ ജസ്മി ഉണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ വർത്താനം പറഞ്ഞ് എന്നെ വിളിച്ച് ഇങ്ങനെ മോളെ എന്തായി ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആർക്കെ രവിചേട്ടനെ കാണുന്നത്. അങ്ങനെ ആളന്ന് എന്റെ നമ്പറൊക്കെ വാങ്ങി കൊണ്ടുപോയി പിന്നെ വിളിച്ച്. അപ്പൊ ആളുടെ ഒരു സത്യം പറഞ്ഞ ആളാണ് ഒരു ദൈവമായിട്ട് എനിക്ക് തോന്നിയത്. അല്ല ഞാൻ പറയരുത്, അതിന് സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈ ബോട്ടും വഞ്ചിയും എഞ്ചിനും എല്ലാ സാധനങ്ങളും ആളുടെ ഒരു സഹായത്തോടെ നമുക്ക് എത്തിച്ചത്. നമ്മളുടെ ജീവിതമാർഗമായ കാരണം നമുക്ക് സന്തോഷം. അതില് എനിക്കുള്ള സന്തോഷം എന്താന്ന് വെച്ചാല് അന്ന് വളരെ അവിചാരിതമായിട്ട് സാഹിത്യ അക്കാദമിയിൽ വരുന്നു. അപ്പൊ ഞാൻ ആരോ ഒരു പുതിയ സാഹിത്യകാരി എന്നുള്ള നിലയ്ക്ക് അന്വേഷിക്കുമ്പോഴാണ് സിസ്റ്റർ ജസ്മി ഇത് പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ ഞങ്ങളുടെ ഈ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് ടെക്കോസയിലെ ആൾക്കാരോട് പറയുന്നു. അപ്പൊ അതില് പല ആൾക്കാരും പിന്നെ പലരും ഒരു കാര്യം ചെയ്താല് ഒരു കാര്യം ചെയ്താൽ 100 രൂപ പബ്ലിസിറ്റി വേണ്ട ആൾക്കാർ. ഇതിൽ ഒരാളും അവരുടെ പേര് പറയരുതെന്നുള്ള കണ്ടീഷനിലാണ് ഇതിനൊക്കെ വന്ന് സഹായിച്ചത്. അതൊരു വലിയ കാര്യമായിട്ട് നിനക്കൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ നമുക്കിപ്പോ എന്തെങ്കിലും ഫ്രീ ആയി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉള്ളവര് പിന്നെ തൊഴിലുണ്ടാവില്ല. ഇല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ 1-2 പ്രാവശ്യമൊക്കെ വന്നപ്പോ അവിടെ നിന്നുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവര് ഇങ്ങനെ ആൾക്കാർ വേറെ വരുന്നു, രേഖയ്ക്ക് ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്, സായിപ്പ് വരുന്നു, മദാമ വരുന്നു. അതുപോലെ സത്യം പറഞ്ഞ ഇപ്പൊ നമ്മളുടെ വീടില്ലേ, ഇപ്പൊ 2-3 ദിവസം മഴ പെയ്തു ചോർന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റണില്ല. ആകെ ചോർന്നിട്ട് വീട്ടില് മൊത്തം വെള്ളമാണ്. പലമാരില് വെള്ളം കയറി ഒരു ലെയർ തുണി മൊത്തം നശിച്ചു. ഈ കടലെടുത്ത് ഇങ്ങനെ കയറി വന്നിട്ട് എവിടെ വരെയായി? ഇപ്പൊ 50 മീറ്റർ ആയി. കടലും വീടും തമ്മിൽ ഇപ്പൊ 50 മീറ്റർ ഉള്ളു. ശരി. അപ്പൊ നമുക്ക് മുമ്പ് നിങ്ങൾ അവിടെ താമസിച്ചു തുടങ്ങുമ്പോ കുറച്ച് ദൂരല്ലായിരുന്നു? 1.5 കിലോമീറ്റർ അടുത്തടുത്ത് വന്ന് നമ്മളുടെ വിഷമം ശരിക്കും കടലമ്മ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എടുക്കണില്ല. ഇനിയിപ്പോ പറയാൻ പറ്റില്ല. ഇനി ഇതേപോലെ സുനാമി, ഓഗി അങ്ങനെയുള്ള ഇത് വരുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ എന്തെങ്കിലും എടുക്കും, അത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ വരരുത് എന്നുള്ളതായിരുന്നു നമ്മുടെ. എന്തായാലും രേഖ, ഞാൻ വേണ്ടത് ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾക്ക്. ആത്മവിശ്വാസം, ആത്മധൈര്യം ഉണ്ട്. അതെ, അതാണ് വേണ്ടത്. അപ്പോ ഇപ്പൊ ഈ വനിതാ ദിനത്തില് പിന്നെ എന്താണ് അടുത്ത തലമുറ? ഇപ്പൊ നിന്റെ മക്കളും ഒക്കെ ചെറുപ്പകാല ഒരാളിൽ കല്യാണം കഴിഞ്ഞുള്ളൂ, കുട്ടികൾ പഠിക്കുന്നു. അവരോട് പറയുന്ന പോലെയുള്ള മറ്റു കുട്ടികളോട് എന്താണ് ഉപദേശമല്ല, എന്താണ് അവരോടൊരു ഇത് പറയാനുള്ള? എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തൊഴിൽ ചെയ്യണമെങ്കിൽ നമ്മളത് അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടിയിട്ട് നമ്മളതിനെ കാണാം. അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മൾ മുന്നേറ്റം ഉണ്ടാവും നമുക്ക്. അല്ലാത്ത പക്ഷം നമ്മള് അധപതിച്ചു പോകുള്ളൂ. അല്ല, ഏത് തൊഴിലായാലും ആ തൊഴിലിനോട് ആത്മാർത്ഥതയും അതിനോടുള്ള എല്ലാ ഇതും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 99% കഠിനാധ്വാനം, 1% ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ പോയി രക്ഷപ്പെടും. അല്ല, എനിക്കതിൽ സന്തോഷം തോന്നുന്നത് അന്ന് ഞാനിങ്ങനെ സാഹിത്യ അക്കാദമിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ഉണ്ടായിരുന്നത് വെച്ചാല് അപ്പോഴും ഈ പ്രസന്ന ഭാവത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി, ജീവൻ തിരിച്ചു കിട്ടിയ അതൊക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോട്ടെ. അപ്പൊ ഈ വനിതാ ദിനത്തിനും എല്ലാ വനിതകൾക്കും ഒരു പ്രചോദനമാവട്ടെ. എല്ലാ ആശംസകളും. ശരി.